Good afternoon. Naruli. Vishnu in the bachelor Naruli. Are you? കഴിഞ്ഞ ദിവസം മിസ്സിന്റെ ക്ലാസ്സിൽ ഉണ്ടായിരുന്നോ? വിഷ്ണു ഉണ്ടായിരുന്നോ ക്ലാസ്സില്? ഉണ്ടായിരുന്നു അല്ലേ? മിസ് റെവല്യൂഷണറി യൂണിയൻസ് വരെയാണ് അല്ലേ പറഞ്ഞത്? മിസ് റെവല്യൂഷണറി യൂണിയൻസ് പല ക്ലാസിഫൈ ചെയ്യുന്നുണ്ട് അല്ലേ? അതില് ഡിപെൻഡന്റ് യൂണിയൻസ് വരെ മിസ് എടുത്തിട്ടുണ്ട്. ഗ്രൂപ്പ് ഉണ്ടോ നിങ്ങളുടെ? ക്ലാസ് ഇല്ലാന്ന് വിചാരിച്ചിരിക്കുകയാണോ എല്ലാവരും? ഒന്ന് വായിച്ചു നോക്കിയേ വിഷ്ണു, മിസ് എടുത്തോടത്തോളം വരുമെന്ന് ജസ്റ്റ് വായിച്ചു നോക്കിയേ. ക്ലാസിഫിക്കേഷൻ ഓഫ് ട്രേഡ് യൂണിയൻസ് മുതല ഒന്ന് വായിച്ചു നോക്കിയേ. ഇപ്പോഴേക്കും ആരെങ്കിലും കയറുമെന്ന് നോക്കാം. സ്റ്റുഡൻസ് ഗ്രൂപ്പ് ഇല്ല അല്ലെ? ഓക്കെ. എന്നിട്ട് ആരെങ്കിലും ജോയിൻ ചെയ്യാനും മിസ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നമുക്കൊരു 2 മിനിറ്റ് കൂടെ വെയിറ്റ് ചെയ്യാം. ആരെങ്കിലും ക്ലാസ്സിൽ കയറുമെന്ന് നോക്കാം. എന്നിട്ട് മിസ് സ്റ്റാർട്ട് ചെയ്യാം. അതുവരെ ഒന്ന് വായിച്ചു നോക്കിയേ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. എന്ത് പറ്റി സ്മിത? എന്താ ഞാൻ കേട്ടില്ല. എന്ത് പറ്റി? ലേറ്റ് ആയില്ലോ? ഞാൻ എന്റെ കൈ ഇത്തിരി വേദന, അതിന്റെ ഇതിട്ട് കെട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. സമയം പോയത് കണ്ടില്ല. ചൊവ്വാഴ്ച ഞാനും നിഷമാമും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കുറെ നേരത്തേക്ക്. ഇപ്പൊ വിഷ്ണു കയറിയിട്ടുണ്ടായിരുന്നു. മിസ് കയറിയപ്പോഴ് വിഷ്ണുവിനോട് ജസ്റ്റ് വായിക്കുക, അപ്പോഴേക്കും ആരെങ്കിലും കയറോ നോക്കാന്ന് പറഞ്ഞ് വിഷ്ണുവിനെ ഇരുത്തിയൊക്കെയായിരുന്നു. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ഓപ്പൺ ആക്കിയത്, എന്റെ നെറ്റും സ്ലോ ആണ്. അത് മാത്രല്ല സ്റ്റക്ക് ആവണം ഫോൺ. കുറെ മെസ്സേജ് എടുക്കണ, ഗൈഡ് ഒക്കെ അയച്ചു തന്നേക്കണെന്തൊക്കെ ഒത്തിരി മെസ്സേജ് എടുക്കണ്ട്. എന്തൊക്കെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാലോ? 2 ആളായി അല്ലേ? നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. കഴിഞ്ഞ ദിവസം ഡിപെൻഡന്റ് യൂണിയൻ വരെയാണ് അല്ലേ എടുത്തത്. നെക്സ്റ്റ് അടുത്ത സെക്ഷൻ എടുക്കാം. നമ്മൾ പറഞ്ഞു ട്രേഡ് യൂണിയൻസിനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ക്ലാസിഫൈ ചെയ്യുന്നുണ്ട് അല്ലേ? ആ ഒരു ട്രേഡ് യൂണിയന്റെ പർപ്പസിന്റെ അടിസ്ഥാനത്തിലും പിന്നെ നെക്സ്റ്റ് എന്താണ്, മെമ്പർഷിപ്പിന്റെ അടിസ്ഥാനത്തിലും ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് പർപ്പസിന്റെ അടിസ്ഥാനത്തിൽ ട്രേഡ് യൂണിയൻസിന് 2 ആയി ക്ലാസിഫൈ ചെയ്യുന്നുണ്ട് അല്ലേ?
റിഫോമിസ്റ്റ് യൂണിയൻ, റെവല്യൂഷണറി യൂണിയൻ എന്ന് രണ്ടായി ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ആ ഒരു സെക്ഷൻ മിസ് എടുത്തു കഴിഞ്ഞു അല്ലെ. നെക്സ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, next classification of union on the basis of membership structure. അല്ലെ, നമ്മുടെ മെമ്പർഷിപ്പ് സ്ട്രക്ചറിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ട്രേഡ് യൂണിയൻസിനെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. Trade unions can be classified into following types based on membership structure. എന്താണ് മെമ്പർഷിപ്പിന്റെ അടിസ്ഥാനത്തിൽ ട്രേഡ് യൂണിയൻസിനെ താഴെ തന്നിരിക്കുന്ന രീതിയിൽ ക്ലാസിഫൈ ചെയ്യുന്നു അല്ലെ, തരം തിരിക്കുന്നു. ഫസ്റ്റ് പറയുന്നത് ക്രാഫ്റ്റ് യൂണിയൻ, being constituted by the employee of similar craft, specific specialization or occupation. Craft union is simplest kind of trade unions. എന്താണ് സമാനമായിട്ടുള്ള ക്രാഫ്റ്റ് വർക്കുകൾ, കരകൗശല ജോലികളിൽ ഏർപ്പെടുന്നവര്, അല്ലെങ്കിൽ സ്പെഷ്യലൈസേഷൻ ചെയ്യുന്നവര്, അല്ലെങ്കിൽ ഒരേപോലെയുള്ള ഓക്യുപ്പേഷൻ ചെയ്യുന്നവരൊക്കെ കൂടി എന്താണ് ജോയിൻ ചെയ്ത് രൂപീകരിക്കുന്നതാണ് ക്രാഫ്റ്റ് യൂണിയൻ. ഇപ്പൊ നമ്മൾ കേൾക്കാറുണ്ട് അല്ലെ, ടീച്ചേഴ്സ് യൂണിയൻ, ലവേഴ്സ് അസോസിയേഷൻ, ഡ്രൈവേഴ്സ് അസോസിയേഷൻ എന്നൊക്കെ കേട്ടിട്ടില്ലേ? ഡോക്ടേഴ്സ് യൂണിയൻ എന്നൊക്കെ പറഞ്ഞ, ഡോക്ടേഴ്സ് അസോസിയേഷൻ എന്നൊക്കെ പറഞ്ഞ. അപ്പൊ അങ്ങനെ ഒന്നില്ലെങ്കിൽ സിമിലർ ആയിട്ടുള്ള ജോലികൾ ചെയ്യുന്നവരായിരിക്കാം, അല്ലെങ്കിൽ ഒരു പ്രത്യേക സ്പെഷ്യലൈസേഷൻ ചെയ്യുന്നവരായിരിക്കാം, അല്ലെങ്കിൽ എന്താണ് ഒരുപോലെയുള്ള ക്രാഫ്റ്റുകൾ അല്ലെ. ഇപ്പൊ എന്താണ് വുഡ് വർക്ക് അല്ലെ, എന്താണ് മരപ്പണികൾ ചെയ്യുന്നവര്, അല്ലെങ്കിൽ ഡിസൈനിങ്, അല്ലെങ്കിൽ ടെക്സ്റ്റൈൽ ജോലികളൊക്കെ ചെയ്യുന്ന, അല്ലെങ്കിൽ സ്റ്റിച്ചിങ് ചെയ്യുന്ന അല്ലെ, ടൈലർ. അപ്പൊ അങ്ങനെയുള്ള സിമിലർ ക്രാഫ്റ്റ് ചെയ്യുന്നവര്, അല്ലെങ്കിൽ ഒരു സ്പെഷ്യലൈസേഷൻ ചെയ്യുന്നവരോ, അല്ലെങ്കിൽ ഒരേപോലെയുള്ള ജോലികളോ ഓക്യുപ്പേഷൻ ചെയ്യുന്നവരോ അവര് ഒരുമിച്ച് ചേർന്ന് രൂപീകരിക്കുന്നതാണ് ക്രാഫ്റ്റ് യൂണിയൻ. നമ്മുടെ ട്രേഡ് യൂണിയൻസിന് ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ഒരു യൂണിയൻ, ലളിതമായിട്ടുള്ള ഒരു യൂണിയൻ ആണ് ക്രാഫ്റ്റ് യൂണിയൻ. ഓക്കെ ആണോ? However, it does not matter in what industry or trade they are involved in. അല്ലെ, എന്താണ് ഇതില ഒരു does not matter അല്ലെ, അവർക്ക് അവർ ഏത് ട്രേഡിലാണ് വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവർ ഏത് ഇൻഡസ്ട്രിയിലാണ് വർക്ക് ചെയ്യുന്നത് എന്ന് പരിഗണിക്കുന്നില്ല അല്ലെ. അതൊരു പ്രശ്നമല്ല. ഒന്നില്ലെങ്കിൽ അവരെന്താണ് ഒരേപോലെയുള്ള ജോലികൾ ചെയ്യുന്നവരായിരിക്കാം, അല്ലെങ്കിൽ സെയിം ക്രാഫ്റ്റ് ചെയ്യുന്നവരായിരിക്കാം. അത് ഏത് ഇൻഡസ്ട്രിയിൽ അല്ലെങ്കിൽ ഏത് ട്രേഡിൽ വർക്ക് ചെയ്യുന്നു എന്നത് ഒരു പ്രശ്നമല്ല. Such unions are popularly called horizontal unions. എന്താണ് ക്രാഫ്റ്റ് യൂണിയനെ നമ്മൾ എന്തുകൂടി പറയുന്നുണ്ട്? horizontal union എന്ന് കൂടി പറയുന്നുണ്ട്. The main logic behind the emergence of such unions is that workers, especially of non-managerial nature of the same craft or profession, have similar issues. ഇത്തരം യൂണിയൻസ് വർക്കേഴ്സിന്റെ ഇടയിൽ, അതായത് നമ്മുടെ തൊഴിലാളികളുടെ ഇടയിൽ ഇത്തരത്തിലുള്ള യൂണിയൻസ് ഉണ്ടാവാൻ, എമർജ് ചെയ്യാനായിട്ട് അല്ലെ, ആവിർഭവിക്കുന്നതിന് കാരണം എന്താണ്? എസ്പെഷ്യലി അവരുടെ ഇടയിൽ എന്താണ്, അവർക്ക് തന്നെ മാനേജ് ചെയ്യാൻ പറ്റാത്ത ഇഷ്യൂസ് ഉണ്ടാവാം അല്ലെ. ഇപ്പൊ ഡ്രൈവേഴ്സിന്റെ ഇടയിൽ എന്താണ്, അവർക്ക് ഷിഫ്റ്റ് വരാറുണ്ട് അല്ലെ, മോർണിംഗും ഡേയും നൈറ്റും വരാറുണ്ടല്ലോ. അപ്പൊ ചില സമയത്ത് എന്താണ്, അവർക്ക് ഇപ്പൊ നൈറ്റ് കൊടുത്ത് ചിലപ്പോ പിറ്റേന്ന് മോർണിംഗ് ഡ്യൂട്ടിക്ക് കയറണം എന്ന് പറഞ്ഞാൽ അവർക്ക് പറ്റുമോ? അപ്പൊ അവർക്ക് എന്ത് ചെയ്യണം? ചേഞ്ചസ് വരുത്തണം അല്ലെ. അവരുടെ ഷിഫ്റ്റ് ടൈമിൽ ചേഞ്ചസ് വരുത്തണം. അപ്പൊ അവരൊറ്റക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ എന്താണ്, ആളുകൾ കേൾക്കില്ല അല്ലെ. അപ്പൊ അവരെന്ത് ചെയ്യും? ഒരു കെട്ടായിട്ട് നിന്ന് ഒരുമിച്ച് നിന്ന് ബാധിച്ചു കഴിഞ്ഞാൽ അവർക്ക് ബാർഗെയിൻ പവർ കൂടോ? അവരെ കാര്യങ്ങൾ നേടിയെടുക്കാൻ കൂടോ? അവർ ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ ബാർഗെയിനിങ് പവർ കൂടും അല്ലെ. അപ്പൊ അവർക്ക് തന്നെ മാനേജ് ചെയ്യാൻ സാധിക്കാത്ത സ്വഭാവങ്ങളുള്ള എന്തെങ്കിലും ഇഷ്യൂസ് വരുന്ന സിറ്റുവേഷനിലോ, അല്ലെങ്കിൽ എന്താണ് ഓരോ പ്രൊഫഷണല് അല്ലെങ്കിൽ ഒരു ക്രാഫ്റ്റില് തന്നെ വർക്ക് ചെയ്യുന്നവർക്ക് അവർക്ക് സിമിലർ ആയിട്ടുള്ള ഇഷ്യൂസ് വരുന്ന സിറ്റുവേഷൻ അല്ലെ, പൊതുവായിട്ടുള്ള പ്രശ്നങ്ങൾ വരുന്ന, ഒരേപോലെയുള്ള പ്രശ്നങ്ങൾ വരുന്ന സിറ്റുവേഷനിലാണ് ഇത്തരത്തിലുള്ള ക്രാഫ്റ്റ് യൂണിയൻസുകൾ രൂപീകരിക്കുന്നത്, ആവിർഭവിക്കുന്നത്. ഓക്കെ ആണോ?
ഓക്കെയാണല്ലോ എല്ലാവർക്കും? എന്താണ്, ഒന്നില്ലെങ്കിൽ അവർക്ക് വരുന്ന ഇഷ്യൂസ്, അവർക്ക് എന്തെങ്കിലും ആ ഒരു വർക്കുമായി ബന്ധപ്പെട്ട് അവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അവർക്ക് തന്നെ അത് പരിഹരിക്കാൻ പറ്റാതെ വരുമ്പോൾ അല്ലെ, അപ്പൊ അവർക്ക് എന്താണ്, ഒരു കൂട്ടായി നിന്ന് കഴിഞ്ഞാൽ, അത് ഒരു ഗ്രൂപ്പായി നിന്ന് കഴിഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് പരിഹരിക്കാൻ പറ്റുന്നുണ്ടോ? ബാർഗെയിനിങ് പവർ കൂടും അല്ലെ, അവർക്ക് നേടിയെടുക്കാൻ സാധിക്കും. അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷനില്, അതല്ലെങ്കിൽ എന്താണ്, ഒരേപോലെയുള്ള ജോലികള് വർക്കിംഗ് ചെയ്യുന്നവർക്ക് സിമിലർ ആയിട്ടുള്ള പ്രോബ്ലംസ് വരുന്ന സിറ്റുവേഷനിലൊക്കെയാണ് ഇത്തരത്തിലുള്ള ക്രാഫ്റ്റ് യൂണിയനുകൾ ആവിർഭവിക്കുന്നത്. ഓക്കെയാണോ? നെക്സ്റ്റ് പറയുന്നത് സം എക്സാമ്പിൾസ് ഓഫ് craft unions are drivers association, labor association, etc. അല്ലെ, എന്താണ് നമ്മുടെ ക്രാഫ്റ്റ് യൂണിയൻസിന് എക്സാമ്പിൾ ആണ് ഡ്രൈവേഴ്സ് അസോസിയേഷനും ലേബേഴ്സ് അസോസിയേഷനും. ഇതിന് പറയാമോ, എക്സാമ്പിൾ പറയാമോ വേറെ ഏതെങ്കിലും? പറയാമോ? നമുക്ക് കേട്ടിട്ടൊക്കെ ഉണ്ടല്ലോ. ഡോക്ടേഴ്സ് അസോസിയേഷൻ കേട്ടിട്ടുണ്ടോ? ടീച്ചേഴ്സ് അസോസിയേഷൻ കേട്ടിട്ടുണ്ടോ? അതൊക്കെ എന്താണ്? ക്രാഫ്റ്റ് യൂണിയൻസ് ആണ് അല്ലെ. സിമിലർ ആയിട്ടുള്ള ജോലികൾ ചെയ്യുന്നവരുടെ അല്ലേ? ഓക്കെ, ആ തയ്യൽ തൊഴിലാളി അല്ലേ? ഓക്കെ, നെക്സ്റ്റ് എടുക്കട്ടെ മിസ്. ജനറൽ യൂണിയൻസ്, ആ പേര് തന്നെയുണ്ട് അല്ലെ, ജനറൽ യൂണിയൻ. ജനറൽ ആയിട്ടുള്ള അല്ലെ, എല്ലാവർക്കും ജോയിൻ ചെയ്യാൻ സാധിക്കുന്ന അല്ലെ. അപ്പൊ നോക്കിയേ, ജനറൽ യൂണിയൻ emerged when the workers of any industry, location, job or occupation form a union in order to safeguard all the interest of workers അല്ലെ. എല്ലാ വർക്കേഴ്സിന്റെയും, എല്ലാ ജോലിക്കാരുടെയും, എല്ലാ തൊഴിലാളികളുടെയും താല്പര്യങ്ങള് സംരക്ഷിക്കുന്നതിന് വേണ്ടി അവർ ഏത് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ ഏത് ലൊക്കേഷനിൽ, ഏത് സ്ഥലത്ത് വർക്ക് ചെയ്യുന്നു, എന്ത് ജോലി ചെയ്യുന്നു, എന്ത് ഓക്യുപ്പേഷൻ ചെയ്യുന്നു എന്ന് നോക്കാതെ തന്നെ അവരെല്ലാവരും, ആ ഒരു വർക്കേഴ്സ് എല്ലാവരും കൂടി ഒരുമിച്ച് ചേർന്ന് രൂപീകരിക്കുന്ന, ആവിർഭവിക്കുന്ന യൂണിയനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ജനറൽ യൂണിയൻ എന്ന് പറയുന്നത്. ഓക്കെയാണോ? അവർ എന്ത് ജോലി ചെയ്യുന്നു, ഏത് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്നു, എന്താണ് നമ്മുടെ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി ആണോ, അല്ലെങ്കിൽ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി ആണോ, അങ്ങനെ ഏത് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്നു എന്ന് നോക്കുന്നില്ല, ഏത് ലൊക്കേഷനിൽ, ഏത് സ്ഥലത്ത് വർക്ക് ചെയ്യുന്നു എന്ന് നോക്കുന്നില്ല, എന്ത് ജോലി ചെയ്യുന്നു, എന്താണ് ഒരു ഓക്യുപ്പേഷൻ എന്നൊന്നും നോക്കാതെ പൊതുവായി അല്ലേ, നമ്മുടെ വർക്കേഴ്സിന്റെ, തൊഴിലാളികളുടെ താല്പര്യങ്ങള് സംരക്ഷിക്കുന്നതിന് വേണ്ടി അവരെല്ലാവരും കൂടി ഒരുമിച്ച് ചേർന്ന് രൂപീകരിക്കുന്ന യൂണിയനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ജനറൽ യൂണിയൻ എന്ന് പറയുന്നത്. അതിൽ അക്കൗണ്ടൻസ് പെടാം, ടീച്ചേഴ്സ് പെടാം, ലേബേഴ്സ് പെടാം അല്ലെ, എല്ലാവരും ഉൾപ്പെടുന്നുണ്ട്. ഓക്കെയാണോ? An example of general union is ജംഷഡ്പൂർ അല്ലെ. എന്താണ് നമ്മുടെ ജംഷഡ്പൂരിലുള്ള യൂണിയൻ, ലേബേഴ്സ് യൂണിയന് ഇതിനൊരു എക്സാമ്പിൾ ആണ്. ഓക്കെയാണോ? ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നതാണ് കേട്ടോ. ജംഷഡ്പൂരിലുള്ള ജനറൽ യൂണിയന്, നമ്മുടെ ജനറൽ യൂണിയന് എക്സാമ്പിൾ ആണ്. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് ഇൻഡസ്ട്രിയൽ റിലേഷൻ. അപ്പൊ ഇതിൽ തന്നെയുണ്ട്. When the workers from various categories of the same industry join together to form a union, such union is called industrial union or vertical union. അല്ലെ, എന്താണ്? ഒരു ഇൻഡസ്ട്രിയില്, സെയിം ഇൻഡസ്ട്രിയില് വർക്ക് ചെയ്യുന്ന പല കാറ്റഗറിയിൽ അല്ലെ, ഡിഫറെന്റ് കാറ്റഗറീസിൽ വർക്ക് ചെയ്യുന്ന വർക്കേഴ്സ് എല്ലാവരും കൂടി രൂപീകരിച്ചിട്ടുള്ളതാണ് ഇൻഡസ്ട്രിയൽ യൂണിയൻ ഓർ വെർട്ടിക്കൽ യൂണിയൻസ്. ഒരു ഇൻഡസ്ട്രിയിൽ തന്നെ, ഒരു വാണിജ്യത്തിൽ, ഒരു വ്യവസായത്തിൽ വർക്ക് ചെയ്യുന്നതിന്റെ സ്റ്റാഫുകളാവാം, അക്കൗണ്ട്സ് ആവാം, അതല്ലെങ്കിൽ മാനുഫാക്ചറിങ് ജോലി ചെയ്യുന്നവരാകാം, സെയിൽസ് ചെയ്യുന്നവരാവാം, അങ്ങനെയുള്ള എല്ലാ ആളുകളും കൂടി ഉൾക്കൊണ്ട് അവര് രൂപീകരിച്ചിട്ടുള്ള ഒരു യൂണിയനാണ് ഇൻഡസ്ട്രിയൽ യൂണിയൻ. ഓക്കെയാണോ? അല്ലെങ്കിൽ വെർട്ടിക്കൽ യൂണിയൻ. ഓക്കെയാണോ? ഇതൊക്കെ അടയാളപ്പെടുത്താം കേട്ടോ, ഇതൊക്കെ ക്വസ്റ്റ്യൻ വരുന്നതാണ്. The reason behind such union is that workers of the same industry working
at different levels are guided under the set of same rules and regulations administered by the same management and have most to the same problems. അല്ലെ? അപ്പൊ എന്താണ് ഇവരെ നയിക്കുന്നത്? ഇങ്ങനെയുള്ള ഒരു യൂണിയൻ രൂപീകരിക്കാൻ കാരണം എന്താണ്? ഇത്തരത്തിലുള്ള ആളുകളെ, ഈ ഒരു ഇൻഡസ്ട്രിയൽ യൂണിയനിലുള്ള ലേബേഴ്സിനെ അല്ലെങ്കിൽ വർക്കേഴ്സിനെ നയിക്കുന്നത് എങ്ങനെയുള്ള റൂൾസ് ആയിരിക്കും? ഒരേപോലെയുള്ള നിയമങ്ങളും നിയന്ത്രണങ്ങളായിരിക്കും അല്ലെ? ഒരു ഇൻഡസ്ട്രിയിൽ സെയിം ഒരു ജോലി, ഒരു ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ അവർക്കുള്ള നിയമങ്ങളും നിയന്ത്രണങ്ങളും ഒരേപോലെ ആയിരിക്കോ? ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ആളുകളെ നയിക്കുന്ന നിയമങ്ങളും നിയന്ത്രണങ്ങളും ഒരേപോലെ ആയിരിക്കോ? വിഷ്ണു ആയിരിക്കും അല്ലെ? അതേപോലെ എന്താണ് അവരെ ഭരിക്കുന്ന, അവരെ നയിക്കുന്ന മാനേജ്മെന്റ് ഒന്ന് തന്നെയാണോ? ഒന്നുതന്നെയായിരിക്കും അല്ലെ? അതേപോലെ അവർ നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങളും ഏകദേശം ഒരേപോലെ തന്നെ ആയിരിക്കും അല്ലെ? ആ ഒരു ഇൻഡസ്ട്രിയിൽ അല്ലെങ്കിൽ ആ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ് നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങളും സെയിം തന്നെയായിരിക്കില്ലേ? അപ്പൊ അതാണ് ഇത്തരം യൂണിയനുകള് ആവിർഭവിക്കാനുള്ള അല്ലെങ്കിൽ രൂപീകരിക്കാനുള്ള റീസൺ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ബാക്കി എല്ലാവർക്കും ഓക്കെ ആണോ? വേറെ രണ്ടുപേരും കൂടി ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നോ? ഓക്കെ ആണോ? ലെന, എൽസ? ഇല്ലേ? ജോയിൻ ചെയ്തിട്ട് പോയോ? ഓക്കെ ആണ്. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് example of these unions are the Jimmy Camphor Union at Bombay and Rashtriya Mill Mazdoor Sangh. എന്താണ് ഇത്തരം യൂണിയനുകളിൽ എക്സാമ്പിൾ ആണ് ജിമ്മി ഗംഗർ യൂണിയൻ, ബോംബെയിലുള്ള ജിമ്മി ഗംഗർ യൂണിയനും നമ്മുടെ എന്താണ് രാഷ്ട്രീയ മിൽ മസ്ദൂർ സിംഗും ഒക്കെ എന്താണ് ഇത്തരം ഇൻഡസ്ട്രിയൽ യൂണിയൻസിന് എക്സാമ്പിൾ ആണ്. ജസ്റ്റ് പേര് മാത്രം പഠിച്ചു വെക്കാം കേട്ടോ. എക്സാമ്പിൾ നെക്സ്റ്റ് എടുക്കട്ടെ മിസ്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് പറയുന്നത് സ്റ്റാഫ് യൂണിയൻ. സ്റ്റാഫ് യൂണിയൻ എന്ന് പറഞ്ഞാൽ എന്താണ് അറിയോ ആർക്കെങ്കിലും? വിഷ്ണുവിന് അറിയോ സ്റ്റാഫ് യൂണിയൻ? ഓക്കെ, മിസ് പറയാം. അറിയാം അല്ലെ? പറഞ്ഞേ, എന്താണ് സ്റ്റാഫ് യൂണിയൻ? Industrial EBD craft. Okay. Okay. Staff union. This union consists of both the industrial and craft unions. അല്ലെ? എന്താണ് and എന്നാണ് അല്ലെ വിഷ്ണു എഴുതിയത്? ഈ യൂണിയനില് എന്താണ് ഇൻഡസ്ട്രിയൽ പെടുന്ന ഇൻഡസ്ട്രിയൽ യൂണിയനിലുള്ളവരും ക്രാഫ്റ്റ് യൂണിയനിൽ ഉൾപ്പെടുന്നവരും ഉണ്ട്. These unions generally employ members in position like clerk, technicians, supervisors, computer operators, draftmen, managers, etc. അല്ലെ? ഇത്തരം യൂണിയൻസിൽ അതിലെ മെമ്പേഴ്സ് ആയിട്ട് ആരൊക്കെ വരുന്നുണ്ട്? ക്ലർക്ക് വരുന്നുണ്ട്, ടെക്നീഷ്യൻ, ക്ലർക്കിന്റെ ഒരു യൂണിയൻ വരുന്നുണ്ട് അല്ലെ? ക്ലർക്ക് ആ ഒരു സെയിം കാറ്റഗറിയിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളുടെ ഒരു യൂണിയൻ വരുന്നുണ്ട് അല്ലെ? ക്ലർക്ക്, ടെക്നീഷ്യൻസ്, സൂപ്പർവൈസേഴ്സ്, കമ്പ്യൂട്ടർ ഓപ്പറേറ്റേഴ്സ്, ഡ്രാഫ്റ്റ്മെൻ, മാനേജേഴ്സ് എക്സെട്ര അല്ലെ? അപ്പൊ നമുക്കറിയാം ഒരു കമ്പനിയിൽ എന്താണ് പലതരത്തിലുള്ള സ്റ്റാഫുകൾ വരുന്നുണ്ട് അല്ലെ? ആണോ? അപ്പൊ ആ ഓരോ കാറ്റഗറിയിൽ പെടുന്ന സ്റ്റാഫുകളുടെ ഒരു ഗ്രൂപ്പ് അല്ലെങ്കിൽ ഒരു യൂണിയനെയാണ് നമ്മൾ എന്ത് പറയുന്നത്?
സ്റ്റാഫ് യൂണിയൻ എന്ന് പറയുന്നത്. Employees working in health and services are also permitted to join these groups. അല്ലെ, അതുപോലെ തന്നെ എന്താണ് നമ്മുടെ ഹെൽത്ത് ആൻഡ് സർവീസുകളിൽ നമ്മുടെ ആരോഗ്യ മേഖലകളിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇത്തരം ഗ്രൂപ്പുകളിൽ അവർക്കും ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. കൂടാതെ ഇതിലത്തെ ആക്റ്റീവ് മെമ്പേഴ്സ് എന്ന് പറയുന്നത് ആരാണ്? വുമൻസ് ആർ ഓൾസോ ആക്റ്റീവ് മെമ്പേഴ്സ് ഓഫ് സച്ച് യൂണിയൻസ്. അല്ലെ, ഇത്തരം യൂണിയൻസിലെ ആക്റ്റീവ് മെമ്പേഴ്സ് എന്ന് പറയുന്നത് വുമൻസ് ആയിരിക്കും. അല്ലെ, ഇപ്പൊ നമുക്കറിയാം ക്ലർക്ക് ആയിട്ട്, ടെക്നീഷ്യൻസ് ആയിട്ട്, കമ്പ്യൂട്ടർ ഓപ്പറേറ്റേഴ്സ് ആയിട്ട്, ഡ്രാഫ്റ്റ്മാൻ ജോലി ചെയ്യുന്നവര്, മാനേജേഴ്സ് ഒക്കെ ആയിട്ട് ആരാണ്? സ്ത്രീകൾ ഉണ്ടാവാം. അല്ലെ, ഫീമെയിൽ സ്റ്റാഫുകൾ ഉണ്ടാവാലോ, ആണോ? അപ്പൊ ഇവരായിരിക്കും വുമൻസ് ആയിരിക്കും ഇതില് ആക്റ്റീവ് മെമ്പേഴ്സ് ആയിട്ട് പ്രവർത്തിക്കുന്നത്. ഓക്കെ ആണോ? നെക്സ്റ്റ് എടുക്കട്ടെ മിസ്. പ്രോബ്ലംസ് ഓഫ് ട്രേഡ് യൂണിയൻ. ഓക്കെ അല്ലേ? ക്ലാസിഫിക്കേഷൻ ഓഫ് ട്രേഡ് യൂണിയൻസ് രണ്ട് രീതിയല്ല. പർപ്പസിന്റെ അടിസ്ഥാനത്തിൽ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്, മെമ്പർഷിപ്പിന്റെ അടിസ്ഥാനത്തിൽ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അല്ലെ, നെക്സ്റ്റ് പറയുന്നത് നമ്മുടെ ട്രേഡ് യൂണിയൻസിന്റെ പ്രശ്നങ്ങൾ. അല്ലെ, പ്രോബ്ലംസ് എന്തൊക്കെയാണ്? ഫസ്റ്റ് മേജർ പ്രോബ്ലംസ് വിച്ച് ആർ ഫേസ്ഡ് ബൈ ഇന്ത്യൻ ട്രേഡ് യൂണിയൻസ് ആർ കാറ്റഗറൈസ്ഡ് ബിലോ. അല്ലെ, എന്താണ് നമ്മുടെ ഇന്ത്യയിലെ ട്രേഡ് യൂണിയൻസ് ഫേസ് ചെയ്യുന്ന അഭിമുഖീകരിക്കുന്ന പ്രധാന പ്രശ്നങ്ങൾ താഴെ കൊടുത്തിരിക്കുന്നു. ഫസ്റ്റ് പറയുന്നത് പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് ഓഫ് ഔട്ട്സൈഡ് നേച്ചർ. അല്ലെ, എന്താണ് നമ്മുടെ ട്രേഡ് യൂണിയൻസിന് പുറത്തു നിന്ന് പൊളിറ്റിക്കൽ പാർട്ടീസിന്റെ ഒരു എഫക്ട് വരുന്നുണ്ടോ? അവരുടെ സ്വാധീനം വരുന്നുണ്ടോ ട്രേഡ് യൂണിയൻസിന്റെ ഉള്ളിൽ? ഉണ്ടോ? ഉണ്ട് അല്ലെ. അപ്പൊ അതെന്താണ്? ചില സമയത്ത് ബാഡ് ആയിട്ട് എഫക്ട് ചെയ്യുന്നുണ്ട് അല്ലെ. ഉണ്ട്. അപ്പൊ എന്താണ് പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് ഔട്ട്സൈഡ് ദ നേച്ചർ. അല്ലെ, ആ ഒരു ട്രേഡ് യൂണിയൻസിന് പുറത്ത് നിന്ന് പൊളിറ്റിക്കൽ ആയിട്ടുള്ള ലീഡർഷിപ്പിന്റെ സ്വാധീനം വരുന്നത്. അല്ലെ, മോസ്റ്റ് ഓഫ് ദ ട്രേഡ് യൂണിയൻസ് ഇൻ ഇന്ത്യ ഹാവ് ഓൾവേസ് ഗോട്ട് ലീഡർഷിപ്പ് ഫ്രം ഔട്ട്സൈഡ് ദെയർ സിസ്റ്റം. അല്ലെ, എന്താണ് ഇന്ത്യയിലെ മിക്ക ട്രേഡ് യൂണിയനുകൾക്കും എന്താണ് അവരുടെ സിസ്റ്റത്തിന് അവർ ആ ഒരു ഇതിന് പുറത്തു നിന്നുള്ള ഒരു ലീഡർഷിപ്പ് ലഭിക്കുന്നുണ്ട്. അല്ലെ, ഒരു നേതൃത്വം ലഭിക്കുന്നുണ്ട്. The leadership is drawn from different political parties. അല്ലെ, ഈ ലീഡർഷിപ്പ് അവർക്ക് എവിടെ നിന്നാണ് ലഭിക്കുന്നത്? നമ്മുടെ രാജ്യത്തുള്ള വ്യത്യസ്തങ്ങളായ പൊളിറ്റിക്കൽ പാർട്ടീസിൽ നിന്നാണ്. അല്ലെ, കമ്മ്യൂണിസ്റ്റ്, കോൺഗ്രസ്, BJP അല്ലെ, ആണോ? അപ്പൊ ഇത്തരം ലീഡർഷിപ്പ്, ഇത്തരം നേതൃത്വങ്ങൾ ലഭിക്കുന്നത് അവർക്ക് എവിടെ നിന്നാണ്? നമ്മുടെ പൊളിറ്റിക്കൽ പാർട്ടി, പലതരത്തിലുള്ള ഡിഫറെന്റ് പൊളിറ്റിക്കൽ പാർട്ടീസിൽ നിന്നാണ്. Trade unions were brought into existence by political parties of India, which played a crucial role from outside to lead the trade unions. അല്ലെ, എന്താണ് നമ്മുടെ ഇന്ത്യയിലെ നിലവിലുള്ള എന്താണ് പൊളിറ്റിക്കൽ പാർട്ടീസ് ട്രേഡ് യൂണിയൻസിനെ പൊളിറ്റിക്കൽ പാർട്ടീസ് ട്രേഡ് യൂണിയൻസിനെ പിന്തുണയ്ക്കുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. അല്ലെ, നമ്മ പറഞ്ഞു ഔട്ട്സൈഡിൽ നിന്ന് ലീഡർഷിപ്പ് ലഭിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അല്ലെ, അപ്പൊ ഇങ്ങനെയുള്ള ഔട്ട്സൈഡുകളിൽ നിന്ന് നേതൃത്വം ലഭിക്കുമ്പോൾ അതിൽ ക്രൂഷ്യൽ ആയിട്ടുള്ള റോള് വഹിക്കുന്ന ആളുകൾ ആരാണ്? പൊളിറ്റിക്കൽ പാർട്ടീസ് ആണ്. അല്ലെ, ഇന്ത്യയിലെ ഇന്ന് നിലവിലുള്ള ഡിഫറെന്റ് പൊളിറ്റിക്കൽ പാർട്ടീസ് ആണ്. അപ്പൊ ആ ഒരു സന്ദർഭത്തിലുള്ള പ്രശ്നം എന്തായിരിക്കും? പ്രധാന പ്രശ്നം എന്തായിരിക്കും? The main problem with this affiliation is that these political parties look for their own interest rather than protecting the workers' rights and addressing their grievances. അല്ലെ, അപ്പൊ അവർ എന്ത് ചെയ്യുന്നുണ്ട്? പൊളിറ്റിക്കൽ പാർട്ടീസിന് അവർ ഇൻഫ്ലുവൻസ് വരുന്നുണ്ട്. ചിലപ്പോ അത് നേതൃത്വ ഭാഗത്ത് നിൽക്കുന്നവര് അല്ലെ, ലീഡറായിട്ട് വരുന്നത് ചിലപ്പോ എന്തായിരിക്കാം? ആ പാർട്ടിയിലുള്ള ആളുകളായിരിക്കാം. അല്ലെ, ആണോ? ചിലപ്പോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുള്ള ആളായിരിക്കും, അല്ലെങ്കിൽ കോൺഗ്രസിലുള്ള ആളായിരിക്കും. അല്ലെ, അപ്പൊ അവർ എന്തിനായിരിക്കും പൊതുവെ ശ്രമിക്കുന്നത്? അവരെ ഇൻട്രസ്റ്റുകള് പ്രൊട്ടക്ട് ചെയ്യാനായിരിക്കോ? ആ ഒരു പൊളിറ്റിക്കൽ പാർട്ടീസിന്റെ താല്പര്യങ്ങൾ പ്രൊട്ടക്ട് ചെയ്യാനായിരിക്കും. അല്ലെ, വർക്കേഴ്സിന്റെ അവകാശങ്ങളും അവരുടെ എന്താണ് ഗ്രീവൻസ് അല്ലെ, അവരുടെ പരാതികളും പരിഹരിക്കുന്ന സ്ഥലത്ത് അവർ എന്തിനായിരിക്കും ഇമ്പോർട്ടൻസ് നൽകുന്നത്? നമ്മുടെ പൊളിറ്റിക്കൽ പാർട്ടീസ്
എന്തിനായിരിക്കും? അവരുടെ ഇൻട്രസ്റ്റുകൾ അല്ലെ, ആ ഒരു പൊളിറ്റിക്കൽ പാർട്ടീസിന്റെ ഇൻട്രസ്റ്റുകൾ പ്രൊമോട്ട് ചെയ്യാനായിരിക്കും അല്ലെ, താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനായിരിക്കും. ഓക്കെ ആണോ? അതിനായിരിക്കും, അവരെ ഇൻട്രസ്റ്റുകൾക്കായിരിക്കും അവര് മുൻതൂക്കം നൽകുന്നത്. അപ്പൊ അതെന്താണ്? ഒരു പ്രോബ്ലം ആണ് അല്ലെ. അപ്പൊ അവരുടെ തന്നെ ഭിന്നിപ്പ് വരാം അല്ലെ, ആ ഒരു ഈ ട്രേഡ് യൂണിയൻസിന്റെ ഇടയിൽ തന്നെ ഭിന്നിപ്പ് വരാം അല്ലെ, ആണോ? വൈരാഗ്യങ്ങൾ വരാം അല്ലെ. അപ്പൊ അതാണ് ഫസ്റ്റത്തെ പ്രോബ്ലം. സെക്കൻഡ് പ്രോബ്ലം എന്താണ്? മൾട്ടിപ്പിൾ യൂണിയൻസ് വരുന്നുണ്ട് അല്ലെ. ഒരു ഇൻഡസ്ട്രിയിൽ തന്നെ എന്താണ്? മൾട്ടിപ്പിൾ യൂണിയൻസ് വരുന്നുണ്ടോ? ഒന്നിൽ കൂടുതൽ അല്ലെ. അപ്പൊ അതൊരു പ്രശ്നമാണ് അല്ലെ. പ്രശ്നാണോ? എന്താണ്? അവരുടെ ഇടയിലുള്ള ചിന്താഗതികളും അവരുടെ ആവശ്യങ്ങളും ഒക്കെ വ്യത്യസ്തമായിരിക്കും അല്ലെ. കമ്പാരിസൺ വരും. ആണോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ആണോ? ആണോ? അപ്പൊ അതൊരു പ്രശ്നമാണ് അല്ലെ. അപ്പൊ നോക്കാം. These are multiple unions both at the industry and at the plant levels. അല്ലെ, എന്താണ്? നമ്മുടെ ഒരു ഇൻഡസ്ട്രിയിൽ അല്ലെങ്കിൽ പ്ലാന്റ് ലെവലിൽ തന്നെ എന്താണ്? മൾട്ടിപ്പിൾ യൂണിയൻസ് വരാം അല്ലെ. These unions sometimes works for contradictory purpose and hence pose a grave threat to industrial harmony and peace. അല്ലെ, എന്താണ്? അപ്പൊ പരസ്പര വിരുദ്ധമായ കോൺട്രഡിക്ടറി പർപ്പസ്, പരസ്പര വിരുദ്ധമായിട്ടുള്ള ഉദ്ദേശങ്ങൾക്കും പിന്നെ എന്താണ്? ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങൾക്കുമായിരിക്കും അല്ലെ ഇവര് മുൻതൂക്കം നൽകുന്നുണ്ട്. എന്താണ്? ഇവര് വ്യവസായിക ഐക്യത്തിനും സമാധാനത്തിനും ഗുരുതരമായിട്ടുള്ള ഭീഷണി നിലനിർത്തുന്നുണ്ടോ? മൾട്ടിപ്പിൾ യൂണിയൻസ് വരുന്നത് ഉണ്ടോ? അവര് തമ്മിൽ ചിലപ്പോ എന്താണ്? തർക്കങ്ങൾ വരാം അല്ലെ, വിദ്വേഷങ്ങൾ വരാം. എന്താണ്? ഞങ്ങളുടെ പാർട്ടി പറയുന്ന കാര്യങ്ങള് നേടിയെടുക്കണം എന്ന് ഒരാൾ ചിന്തിക്കും, അതേപോലെ തന്നെ മറ്റു പാർട്ടിയും ചിന്തിക്കില്ലേ. അപ്പൊ അവർക്കിടയിൽ തന്നെയാണ് വൈരാഗ്യങ്ങൾ വരാം. അപ്പൊ ആ ഒരു ഇൻഡസ്ട്രിയില് പല പ്രശ്നങ്ങൾക്കും കാരണമാകുന്നുണ്ട് അല്ലെ. എന്താണ്? ഇത്തരം മൾട്ടിപ്പിൾ യൂണിയൻസ് ഉണ്ടാകുന്നത് ഒരു വ്യവസായിക ഐക്യത്തിനും അവരുടെ സമാധാനത്തിനും ഗുരുതരമായിട്ടുള്ള ഭീഷണി നിലനിർത്തുന്നു. ഓക്കെ ആണോ? ഓക്കെ ആണോ എല്ലാവർക്കും? ഇപ്പൊ നിങ്ങൾ തന്നെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി കഴിഞ്ഞാല് നിങ്ങളുടെ ഇടയിൽ തന്നെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും അല്ലെ, ആണോ? തർക്കങ്ങൾ വരാം അല്ലെ, തർക്കങ്ങൾ വരാം, ആണോ? ആണോ? നിങ്ങൾക്കിടയിൽ ഒരു ടോപ്പിക് ഇട്ടുതന്നു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വാഗ്വാദങ്ങൾ സൃഷ്ടിക്കില്ലേ. അതേപോലെ എന്താണ്? ഒരു യൂണിയൻ എന്ന് പറയുമ്പോൾ അതിൽ ഒരാളാണ് ഉൾക്കൊള്ളുന്നത്, ഒരുപാട് ആളുകൾ വരുന്നുണ്ട് അല്ലെ, ആണോ? ഒരുപാട് ആളുകൾ വരുന്നുണ്ട് അല്ലെ. അതേപോലെ ഒരുപാട് യൂണിയൻസ് വരുമ്പോൾ എന്താണ്? അതൊരു ഗുരുതര പ്രശ്നമാണ് അല്ലെ. നമ്മുടെ വ്യവസായിക ഐക്യത്തിനും സമാധാനത്തിനുമുള്ള ഒരു ഗുരുതരമായ ഭീഷണി നിലനിർത്തുന്നു. നെക്സ്റ്റ് പറയുന്നത് the problem of multiple unions arise when there are two or more trade unions in the same plant or industry. രണ്ട് പ്രാവശ്യം ട്രേഡ് വരുന്നുണ്ട്, ഒരെണ്ണം വെട്ടിക്കളഞ്ഞു കേട്ടോ. എന്താണ്? നമ്മുടെ ഈ ഒരു മൾട്ടിപ്പിൾ യൂണിയന്റെ മെയിൻ പ്രശ്നം അല്ലെ, പ്രോബ്ലം എന്ന് പറയുന്നത് എന്താണ്? ഒരു ഇൻഡസ്ട്രിയിൽ അല്ലെങ്കിൽ ഒരു സെയിം പ്ലാന്റിൽ തന്നെ എന്താണ്? രണ്ടോ അതിൽ കൂടുതലോ ട്രേഡ് യൂണിയൻസ് ഉയർന്നു വരുന്നു അല്ലെ. നെക്സ്റ്റ്, they attempt to outdo each other and put rival claims on each other. അല്ലെ, എന്താണ്? ഒരാൾ എന്താ ചെയ്യുന്നത്? അവരെ പരസ്പരം മത്സരിക്കാനും എന്താണ്? എതിരാളികൾക്കെതിരെ അവകാശങ്ങൾ ഉന്നയിക്കാനും ശ്രമിക്കുന്നുണ്ടോ? നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഓപ്പോസിറ്റ് നിൽക്കുന്നവരെ താഴ്ത്തിക്കെട്ടാനായിരിക്കും ശ്രമിക്കുന്നത്, ആണോ? നിങ്ങൾ അങ്ങനെയല്ലേ? നിങ്ങളുടെ ഭാഗം ജയിക്കാനായിരിക്കും ശ്രമിക്കുന്നത്, ആണോ? നിങ്ങളുടെ ഭാഗം കറക്റ്റ് ചെയ്യാനല്ലേ നിങ്ങൾ ശ്രമിക്കുന്നത്. അതേപോലെ എന്താണ്? അവരെന്ത് ചെയ്യുന്നുണ്ട്? പരസ്പരം മത്സരിക്കല്ലേ, കോമ്പറ്റീഷൻ ആയിരിക്കും അല്ലേ.
അപ്പൊ അവര് പരസ്പരം മത്സരിക്കാനും പരസ്പരം മത്സരിക്കാനും പിന്നെ എന്താണ് എതിരാളികൾക്ക് എതിരെ അവകാശവാദങ്ങൾ അല്ലെ അവർക്കെതിരായിട്ട് കാര്യങ്ങൾ പറയാനും ഉന്നയിക്കാനും ശ്രമിക്കുന്നു. Such unions compare with each other in their functions അല്ലെ. കൂടാതെ അവർ എന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ പ്രവർത്തനങ്ങൾ അവർ കമ്പയർ ചെയ്യുന്നുണ്ടോ, താരതമ്യം ചെയ്യുന്നുണ്ടോ? ചെയ്യല്ലേ. അപ്പൊ എന്താണ് such unions compare with each other in their functions അല്ലെ. മറ്റ് യൂണിയനുകളുമായിട്ട് അവർ എന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ ഫങ്ഷൻസ് അവരെ കമ്പയർ ചെയ്യുന്നു അല്ലെ, താരതമ്യം ചെയ്യുന്നു. Such a situation arises due to the presence of various craft unions in an industry. അപ്പൊ ഇത്തരം സിറ്റുവേഷനിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ ഉയർന്നു വരാൻ കാരണം എന്താണ്, നമ്മുടെ ഇൻഡസ്ട്രിയിൽ പലതരത്തിലുള്ള വേരിയസ് ക്രാഫ്റ്റ് യൂണിയൻസിന്റെ പ്രസൻസ് ഉള്ളതാണ് ഇത്തരത്തിലുള്ള സിറ്റുവേഷൻ ഉണ്ടാകാൻ, മൾട്ടിപ്പിൾ യൂണിയൻസ് ഉണ്ടാകാൻ കാരണം. A higher degree of negative impact as compared to a positive impact is noticed on the employee-employer relation due to the existence of multiple unions. അല്ലെ, എന്താണ് നമ്മുടെ ഒന്നിലധികം യൂണിയനുകളുടെ നിലനിൽപ്പ് കാരണം ഒരു എംപ്ലോയറും എംപ്ലോയിയും തമ്മിലുള്ള ആ ഒരു റിലേഷൻസില് പോസിറ്റീവ് ഒരു ഇമ്പാക്ട് അല്ലെ, പോസിറ്റീവ് സ്വാധീനം ഉണ്ടാക്കുന്നതിലെ കൂടുതൽ എന്തായിരിക്കും, നെഗറ്റീവ് ഇമ്പാക്ട് ആയിരിക്കും അല്ലെ ഉണ്ടാക്കുന്നത്. ആണോ? ചിലപ്പോ അവരുടെ ഉൽപാദനക്ഷമതയെ ബാധിക്കും അല്ലെ, എപ്പോഴും യൂണിയൻസിന്റെ ഇടയിൽ തർക്കങ്ങളായിരിക്കും അല്ലെ. അപ്പൊ എന്താണ് ഒരു എംപ്ലോയർ തൊഴിലാളി തൊഴിലുടമ ആ ഒരു ബന്ധത്തില് ഇത്തരം മൾട്ടിപ്പിൾ യൂണിയൻസിൽ ഉണ്ടാക്കുന്ന നിലനിൽപ്പ് കാരണം പോസിറ്റീവ് ഇമ്പാക്റ്റിനേക്കാൾ കൂടുതൽ എന്തായിരിക്കും, നെഗറ്റീവ് ഇമ്പാക്റ്റ് ആയിരിക്കും ഉണ്ടാക്കുന്നത്. ഓക്കെയാണോ? ഓക്കെയാണോ എല്ലാവർക്കും? ബാക്കി എല്ലാവർക്കും ഓക്കെയാണോ? വിഷ്ണു ഒക്കെയാണെന്ന് പറഞ്ഞു. ബാക്കി എല്ലാവർക്കും? ലെന, മാളു ഇല്ലേ നിങ്ങൾ അവിടെ? യൂണിയൻ റൈവൽറി അല്ലെ. യൂണിയൻ റൈവൽറി എന്ന് പറഞ്ഞാൽ എന്താണ്, യൂണിയൻ വൈരാഗ്യം അല്ലെ. അപ്പൊ നോക്കിയേ, ദ റൈവൽറി ബിറ്റ്വീൻ ഡിഫറെന്റ് യൂണിയൻസ് ക്യാൻ ബി ദ ഫോളോയിങ് ടൈപ്സ് അല്ലെ. നമ്മുടെ ഡിഫറെന്റ് യൂണിയൻസ് തമ്മിലുള്ള വൈരാഗ്യം താഴെ തന്നിരിക്കുന്ന രീതിയിലാണ് അല്ലെ. നമ്മൾ രണ്ട് രീതിയില ഈ യൂണിയൻസിന്റെ വൈരാഗ്യത്തെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഇന്റർ യൂണിയൻ റൈവൽറി ആൻഡ് ഇൻട്രാ യൂണിയൻ റൈവൽറി. ഇന്റർ യൂണിയൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ആ ഒരു യൂണിയനിൽ തന്നെ എന്താണ് വ്യത്യസ്ത ഗ്രൂപ്പുകളായി വിഭജിച്ചിട്ട് അവർക്കിടയിൽ വൈരാഗ്യം വരും. അപ്പൊ എന്താണ്, ചിലപ്പോ നമുക്കറിയാം അല്ലെ, നമ്മ കമ്മ്യൂണിസ്റ്റിൽ തന്നെ രണ്ട് ഗ്രൂപ്പുകൾ പറയുന്നുണ്ട് അല്ലെ, CPI പറയുന്നുണ്ട്, CPM എന്നും പറയുന്നുണ്ട്. ആണോ? ആണ്. എന്താണ്, അപ്പൊ ഒരു പാർട്ടിയിൽ തന്നെ വരുന്ന രണ്ട് ഗ്രൂപ്പുകളാണ് അല്ലെ. അവര് തമ്മിൽ എന്തായിരിക്കും, വ്യത്യസ്ത വ്യൂ പോയിന്റുകളും വ്യത്യസ്ത ചിന്താഗതികളായിരിക്കും അല്ലെ അവർക്ക്. അപ്പൊ അവർക്കിടയിൽ ഒരു മത്സര ബുദ്ധി വരാൻ സാധ്യതയുണ്ടോ, കോമ്പറ്റീഷൻ അല്ലെ. അപ്പൊ അതേപോലെ തന്നെയാണ് എന്താണ് നമ്മുടെ ഇൻഡസ്ട്രിയിലുള്ള സെയിം ട്രേഡ് യൂണിയൻസിൽ തന്നെ എന്താണ് ഗ്രൂപ്പുകളായി തിരിഞ്ഞ് രണ്ട് ഗ്രൂപ്പുകളായി തിരിഞ്ഞിട്ട് അവർക്കിടയിൽ ഒരു വൈരാഗ്യം അല്ലെങ്കിൽ ഒരു വിരുദ്ധത വ്യത്യാസങ്ങൾ വരുന്നത്. ഓക്കെയാണോ? നോക്കാം. അപ്പൊ ഇൻട്രാ യൂണിയൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, യൂണിയന്റെ പുറത്ത് അല്ലെ വ്യത്യസ്ത യൂണിയനുകളുമായി. ആണോ? ഓക്കെയാണോ? ഒരു ഇത് ക്ലിയർ ആയോ? ആ ഒരു വ്യത്യാസം മനസ്സിലായോ? ഇന്റർ എന്ന് പറഞ്ഞാൽ ഒരു യൂണിയനിൽ തന്നെ, ഇൻട്രാ എന്ന് പറയുന്ന വ്യത്യസ്ത യൂണിയനുകളുമായി. അപ്പൊ നോക്കിയേ, when a rivalry exists between two groups of the same union, then such a rivalry is called inter-union rivalry. എന്താണ് inter-union rivalry എന്ന് പറയുന്നത്? ഒരു ഗ്രൂപ്പ്, ഒരു യൂണിയനിലെ തന്നെ രണ്ട് ഗ്രൂപ്പുകൾക്ക് ഉണ്ടാകുന്ന ഒരു മത്സരം നിലനിൽക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള ഇന്റർ യൂണിയൻ റൈവൽറി
ക്രിയേറ്റ് ചെയ്യുന്നത് അല്ലെ ഉണ്ടാകുന്നത്. The dynamics associated with it comes out due to the multiple union operating from the same plant or industry. ഇത്തരം യൂണിയനുകളിൽ എന്താണ് ബന്ധപ്പെട്ട പ്രവർത്തനം ഇങ്ങനെ ആ ഒരു യൂണിയനിൽ ഇത്തരത്തിലുള്ള ഇഷ്യൂസ് ഉണ്ട്, ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ടെന്ന് പുറത്തു വരുന്നത് എപ്പോഴായിരിക്കും? ആ പ്ലാന്റിൽ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ആ ഒരു ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന വേറെ യൂണിയനുകളുടെ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടായിരിക്കും അല്ലെ? ആണോ? അല്ലെ? പ്രത്യക്ഷത്തിൽ നോക്കുമ്പോ എന്താണ് നമുക്ക് മനസ്സിലാകില്ല, അവർക്കിടയിൽ രണ്ട് ഗ്രൂപ്പുകൾ ഉണ്ടെന്ന് മനസ്സിലാകില്ല അല്ലെ? അപ്പൊ ആ ഒരു സെയിം ഇൻഡസ്ട്രിയിലുള്ള അല്ലെങ്കിൽ ആ ഒരു സെയിം പ്ലാന്റിലുള്ള മറ്റു യൂണിയനുകളുടെ പ്രവർത്തന ഫലമായിട്ടാണ് ഇത്തരം ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ പുറത്തു വരുന്നതായിട്ട് മനസ്സിലാകുന്നത്. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് such unions are often led by political leaders and thus have different political affiliations. അല്ലെ? അപ്പൊ എന്താണ് അത്തരം യൂണിയനുകൾ വ്യത്യസ്ത അല്ലെ യൂണിയൻ രാഷ്ട്രീയ നേതാക്കളാൽ നയിക്കപ്പെടുകയും അതിനാൽ അവർക്ക് എന്താണ് വ്യത്യസ്ത രാഷ്ട്രീയ ബന്ധങ്ങൾ ഉണ്ടായിരിക്കും അല്ലെ? അപ്പൊ ഇപ്പൊ നമുക്ക് ചിലപ്പോ എന്താണ് ഒരു യൂണിയനിൽ തന്നെ രണ്ട് ആളുകൾ വരുന്നുണ്ട്. ഇപ്പൊ നമ്മൾ CPI-യും CPM-ഉം പറഞ്ഞ പോലെ എന്താണ് അവർ രണ്ട് ആളുകളായിരിക്കും അല്ലെ അവർ നിയന്ത്രിക്കുന്നത്? ആണോ? നേതാക്കളായിരിക്കാം അല്ലെ? ആണോ? ഇപ്പൊ നമ്മൾ നോക്കിയേ ഒരു ഇൻഡസ്ട്രിയില് രണ്ട് ഗ്രൂപ്പ് ഉണ്ട്. ഒരു യൂണിയനില് കോൺഗ്രസ്സുകാർ ഒരു ഭാഗമായി മാറി, കമ്മ്യൂണിസ്റ്റുകാര് ഒരു ഗ്രൂപ്പായി മാറിക്കഴിഞ്ഞാൽ ഇവരെ നയിക്കുന്നത് വ്യത്യസ്ത ലീഡേഴ്സ് അല്ലേ, പൊളിറ്റിക്കൽ പാർട്ടീസ് അല്ലേ? ആണോ? അപ്പൊ അതേപോലെ എന്താണ് ഇത്തരം ഗ്രൂപ്പുകളെ നിയന്ത്രിക്കുന്നത് രാഷ്ട്രീയ പാർട്ടികളായിരിക്കും. കൂടാതെ എന്താണ് വ്യത്യസ്ത രാഷ്ട്രീയ ബന്ധങ്ങളും അവർക്ക് ഉണ്ടാവുകയും ചെയ്യുന്നു. ഓക്കെയാണോ? അപ്പൊ അങ്ങനെ രണ്ട് ഗ്രൂപ്പുകൾ ഒരു യൂണിയനില് രണ്ട് ഗ്രൂപ്പുകൾ വരുമ്പോൾ അവർക്ക് എന്ത് വരുന്നുണ്ട്? മത്സരം വരുന്നുണ്ടോ? മത്സരം വരുന്നുണ്ട്. പിന്നെ എന്താണ് ഏറ്റവും മികച്ചതിന്റെ അതിജീവനം അല്ലെ? ആരാണോ ബെറ്റർ, ആർക്കാണോ കൂടുതൽ ബാർഗെയിനിങ് പവർ, ആർക്കാണോ പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് കൂടുതൽ, അവരാണോ ജയിക്കുന്നത്, സക്സസ് ചെയ്യുന്നത്? ആണോ? ആണ് അല്ലെ? അപ്പൊ എന്താണ് അതില് മികച്ചതിന്റെ അതിജീവനം അല്ലെ? ഏത് ഗ്രൂപ്പാണ് കൂടുതൽ ബെറ്റർ ആയി ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉള്ളത്, ആർക്കാണ് കൂടുതൽ മെമ്പേഴ്സ് ഉള്ളത്, ആർക്കാണ് പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് കൂടുതൽ വരുന്നത് അല്ലെ? അങ്ങനെയുള്ളവരാണ് അല്ലെ അതിജീവിക്കുക. അപ്പൊ ഏറ്റവും മികച്ചതിന്റെ അതിജീവനം. കൂടാതെ എന്താണ് അവർക്കിടയിലെ സംഘർഷങ്ങളും പതിവ് കുറ്റപ്പെടുത്തലുകൾ ഉണ്ടാകുന്നുണ്ടോ? എപ്പോഴും സംഘർഷങ്ങളായിരിക്കും അല്ലെ, കോൺഫ്ലിക്ട്സുകളായിരിക്കും അല്ലെ? ഒരു ഗ്രൂപ്പ് എന്ത് ചെയ്യും? മറ്റേ ഗ്രൂപ്പിനെ കുറ്റപ്പെടുത്തോ, പഴിചാരോ ചെയ്യില്ല. അപ്പൊ നോക്കിയേ ഇത്തരത്തിലുള്ള ഗ്രൂപ്പ്. ഓക്കെ, അപ്പൊ നോക്കിയേ കോമ്പറ്റേറ്റീവ് നേച്ചർ അല്ലെ? ഇത്തരം ഗ്രൂപ്പുകൾക്ക് കോമ്പറ്റേറ്റീവ് നേച്ചർ അല്ലെ, മത്സരാധിഷ്ഠിത സ്വഭാവമായിരിക്കും. കൂടാതെ ആൻഡ് ദ കൺസെപ്റ്റ് ഓഫ് സർവൈവൽ ഓഫ് ദി ഫിറ്റസ്റ്റ് ലീഡ് അല്ലെ? എന്താണ് ഇവരിൽ ആരാണോ മികച്ചത് അതായിരിക്കും അതിജീവിക്കുക അല്ലെ? അങ്ങനെയുള്ള ഒരു ആശയം ഉണ്ടാകുന്നുണ്ട്. കൂടാതെ ലീഡ് ടു ഇന്റർ യൂണിയൻ കോൺഫ്ലിക്ട്സുകൾ അല്ലെ? ഇവർക്കിടയിൽ എന്താണ് കോൺഫ്ലിക്ട്സുകൾ അല്ലെ, സംഘർഷങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ആൻഡ് റുട്ടീൻ ബ്ലെയിം ഗെയിംസുകൾ അല്ലെ? ഇവരെന്ത് ചെയ്യുന്നുണ്ട്? പരസ്പരം പഴിചാരുകയും കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നു. ഓക്കെയാണത്? അപ്പൊ ഇത്തരം ഒരു ഗ്രൂപ്പില് ഇങ്ങനെ ഒരു യൂണിയനിൽ തന്നെ പല ഗ്രൂപ്പുകളായി തിരിയാം. ആ ഗ്രൂപ്പുകളിൽ സംഘർഷങ്ങൾ നിലനിർത്താം, കോൺഫ്ലിക്റ്റുകൾ വരാം, പരസ്പരം ഏത് സമയവും പഴിചാരാം. അപ്പൊ അവർക്കിടയിൽ എന്താണ് ഒരു യൂണിറ്റ് ഉണ്ടാവോ, ഐക്യത ഉണ്ടാവോ? ഉണ്ടാവോ? ആ ഒരു യൂണിയനിൽ ഐക്യം ഉണ്ടോ? ഇല്ല. അപ്പൊ അതെന്ത് ചെയ്യും? നമ്മുടെ മാനേജ്മെന്റ് പിന്നെ നല്ലതാണോ? അനുകൂലമാണോ മാനേജ്മെന്റിന്? ആണോ?
മാനേജ്മെന്റിന് അനുകൂലമല്ലേ? എന്താണ് യൂണിയൻസ് ആർക്ക് വേണ്ടിയിട്ടാണ്? ട്രേഡ് യൂണിയൻസ് ആർക്ക് വേണ്ടിയിട്ടാണ്? എംപ്ലോയീസിന് വേണ്ടിയാണ് അല്ലെ? എംപ്ലോയീസിന് ഇൻട്രസ്റ്റുകളും താല്പര്യങ്ങളും അവരുടെ ആവശ്യങ്ങളും നിറവേറ്റാനാണോ? അതിനു വേണ്ടി നമ്മുടെ മാനേജ്മെന്റിനോട് വാദിക്കാൻ വേണ്ടിയിട്ടല്ലേ ട്രേഡ് യൂണിയൻസ്? ബാർഗെയിൻ ചെയ്യാം, ഇത് നേടിയെടുക്കുക അല്ലെ? അപ്പൊ ഇത്തരം ട്രേഡ് യൂണിയനിൽ തന്നെ എന്താണ്, ആ ഒരു യൂണിയനിൽ തന്നെ ഐക്യമില്ല, അവർക്കിടയിൽ തന്നെ കോൺഫ്ലിക്റ്റുകൾ വരുന്നുണ്ട്, അവർക്കിടയിൽ തന്നെ മത്സരാധിഷ്ഠിത ബുദ്ധിയുണ്ട്. അപ്പൊ എന്താണ്, നമ്മുടെ മാനേജ്മെന്റിന് അന്ന് അനുകൂലമല്ലേ? അല്ലേ കൃഷ്ണോ? ആണ് അല്ലെ? അപ്പൊ നോക്കിയേ, sorry, this situation is considered quite favorable by the management as it works on divide and rule policy അല്ലേ? അപ്പൊ ഇത്തരം എന്താണ്, വിഭജിച്ച് ഭരിക്കുക അല്ലെ? അവരെന്താണ്, ഒരു യൂണിയൻ തന്നെ രണ്ട് ഗ്രൂപ്പുകളായി തിരിഞ്ഞു ഭരണം നടത്താണ് അല്ലെ? അവർക്കിടയിൽ കോൺഫ്ലിക്റ്റ് നിലനിൽക്കാണ് അല്ലെ? അപ്പൊ വിഭജിച്ച് ഭരിക്കുക എന്നുള്ള നയം ഇവർക്കിടയിൽ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ മാനേജ്മെന്റിന് ഇത് അനുകൂലമായി കണക്കാക്കുന്നു. ഓക്കെയാണോ? ഡിവൈഡ് ആൻഡ് റൂൾ അല്ലെ? ഇപ്പൊ ഇവരെന്താണ്, വിഭജിച്ച് ഭരിക്കുക അല്ലെ എന്ന നയത്തിൽ ഇത്തരം യൂണിയനുകൾ പ്രവർത്തിക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ മാനേജ്മെന്റിന് ഇത് ഒരു അനുകൂല സാഹചര്യമായി കണക്കാക്കപ്പെടുന്നു. The inter-union rivalry has become a dominant factor in the trade unions of India. അല്ലെ? എന്താണ്, നമ്മുടെ ഇന്ത്യയിലെ ട്രേഡ് യൂണിയനുകളുടെ ഈ ഒരു ഇന്റർ യൂണിയൻ റൈവൽറി, വൈരാഗ്യം ഒരു പ്രധാന ഘടകമായി മാറിയിരിക്കുന്നു അല്ലെ? നമ്മുടെ ഇന്ത്യയിലെ മിക്ക ട്രേഡ് യൂണിയൻസിലും ഇത്തരത്തിലുള്ള ഇന്റർ യൂണിയൻ റൈവൽറി നിലനിൽക്കുന്നുണ്ട്. This has been a very great cause of flagging these unions in the economic scenario അല്ലെ? അപ്പൊ എന്താണ്, ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ എന്താണ്, നമ്മുടെ ഇത്തരത്തിലുള്ള സാമ്പത്തിക സാഹചര്യത്തില് നമ്മുടെ യൂണിയനുകൾ പിന്നോക്കം പോകാനായിട്ട് ഇത് വളരെയധികം സ്വാധീനം ചെലുത്തുന്നുണ്ട് അല്ലെ? ഇത്തരത്തിലുള്ള വൈരാഗ്യങ്ങള് ഉണ്ടോ? ഉണ്ട് അല്ലെ? അപ്പൊ എന്താണ്, ഇത്തരത്തിലുള്ള ഇന്റർ യൂണിയൻ റൈവലറി എന്താണ്, നമ്മുടെ യൂണിയനുകളുടെ സാമ്പത്തിക സ്ഥിരതയില് അല്ലെങ്കിൽ സാമ്പത്തിക സാഹചര്യത്തില് പിന്നോക്കം നിൽക്കുന്നതിന് വേണ്ടി വളരെയധികം സ്വാധീനം ചെലുത്തുന്നുണ്ട്. ഓക്കെയാണോ? ഓക്കെയാണോ? നെക്സ്റ്റ് പറയുന്നത് ഇൻട്രാ യൂണിയൻ റൈവൽറി. Intra-union rivalry has emerged as a hindrance to productivity as well as industrial relation on a larger scale. എന്താണ്, നമ്മുടെ ഇൻഡസ്ട്രിയിലെ പ്രൊഡക്ഷനിലെ ഉത്പാദനക്ഷമതയ്ക്കും വ്യവസായ ബന്ധങ്ങളിലേക്കും വലിയ തോതില് വ്യത്യസ്തമായ യൂണിയൻ വൈരാഗ്യം ഉയർന്നു വന്നിട്ടുണ്ട് അല്ലെ? എന്താണ് ഇപ്പൊ നമ്മ പറഞ്ഞത്, ഇന്റർ യൂണിയൻ എന്ന് പറഞ്ഞാൽ ഒരു യൂണിയനിൽ തന്നെയുള്ള രണ്ട് ഗ്രൂപ്പുകളിൽ ഉണ്ടാകുന്ന കോമ്പറ്റീഷനും അവർക്കിടയിലുള്ള ആശയവ്യത്യാസങ്ങളുമാണ് അല്ലെ? ഇത് വ്യത്യസ്ത യൂണിയനുകൾ തമ്മിലുള്ളതാണ്. അപ്പൊ അതെന്ത് ചെയ്യുന്നുണ്ട്, അവിടുത്തെ പ്രൊഡക്ടിവിറ്റിയും വ്യവസായിക ബന്ധങ്ങളെ വളരെയധികം സ്വാധീനം വലിയ തോതിൽ എഫക്ട് ചെയ്യുന്നുണ്ട് അല്ലെ? ആണോ? എഫക്ട് ചെയ്യുന്നുണ്ടോ? എഫക്ട് ചെയ്യുന്നുണ്ട് അല്ലെ? As stated by the National Commission on Labour, through healthy competition is an essential part of trade union democracy. എന്താണ്, നമ്മുടെ നാഷണൽ കമ്മീഷൻ ഓൺ ലേബർ NCL പക്ഷെ പറയുന്നുണ്ട് എന്താണ്, ഇത്തരത്തിലുള്ള ആരോഗ്യകരമായിട്ടുള്ള മത്സരങ്ങള് നമ്മുടെ ട്രേഡ് യൂണിയന്റെ ജനാധിപത്യത്തിന് ഒരു പ്രധാന ഭാഗമാണ് അല്ലെ? എന്താണ്, ചിലപ്പോ അവർക്ക് നമുക്ക് എന്താണ് മറ്റു യൂണിയനുകൾ ചെയ്യുന്ന പ്രവർത്തനം നമ്മളും നല്ല പ്രവർത്തനങ്ങൾ കൊണ്ടുവന്നാൽ അത് എംപ്ലോയീസിനെ സംബന്ധിച്ച് എന്താണ്, ഗുണമാണ് അല്ലെ? ബെനിഫിറ്റ്സ് ആണ് അല്ലെ? അവർ എന്താണ് കൊടുക്കുന്ന ബെനിഫിറ്റ്സുകൾ കൊടുക്കുക അല്ലെ? അപ്പൊ ഇത്തരത്തിലുള്ള എന്താണ് ട്രേഡ് യൂണിയൻസിന്റെ ആ ഒരു കോമ്പറ്റീഷൻ എന്താണ്, യൂണിയൻ ഡെമോക്രസി ജനാധിപത്യത്തെ എന്താണ്, നമ്മുടെ ട്രേഡ് യൂണിയൻസിന്റെ ജനാധിപത്യത്തിന് പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് അല്ലെ? ഒരു ഹെൽത്തി കോമ്പറ്റീഷൻ നിലനിൽക്കുന്നത്. പക്ഷെ എന്താണ്, ഇറ്റ് സ്റ്റിൽ
impact, the system severely is influenced by individual interest. പക്ഷെ ഇത്തരത്തിലുള്ള ആ ഒരു പ്രശ്നങ്ങള് നമ്മുടെ ഇൻഡിവിജ്വൽസിന്റെ ഇൻട്രസ്റ്റില് ഒരുപാട് രീതിയിൽ ഇമ്പാക്ട് ചെയ്യുന്നുണ്ട് അല്ലെ, സ്വാധീനിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മ പറഞ്ഞു 2 യൂണിയൻസിന്റെ ഇടയിലാണ് വൈരാഗ്യങ്ങൾ വരുന്നത് അല്ലെ. അപ്പൊ അവരെന്ത് ചെയ്യും, അവരെ യൂണിയനിലുള്ള ആളുകളെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത് അല്ലെ, ആണോ? അവര് പറയുന്ന ആവശ്യകതകൾ നിറവേറ്റിയെടുക്കാനായിട്ട് അവർ ശ്രമിക്കുന്നത് അല്ലെ. മാനേജർ എംപ്ലോയേഴ്സിൽ നിന്ന് അവരുടെ ആവശ്യങ്ങളും അവരുടെ യൂണിയനിലുള്ള ആളുകളുടെ നീഡ്സുകളൊക്കെ സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് അവർ ശ്രമിക്കുന്നത്. അപ്പൊ ഇൻഡിവിജ്വൽസിന്റെ ഇടയിൽ തന്നെ ഒരു മത്സരം അല്ലെ, കോമ്പറ്റീഷൻ വരുന്നുണ്ടോ, അവർക്കിടയിൽ തന്നെ ഒരു ശത്രുത നിലനിൽക്കാൻ കാരണമാകുന്നുണ്ട് അല്ലെ. ചിലപ്പോ എന്ത് ചെയ്യും, ആളുകൾ ഇവിടെ നിന്ന് ഈ ട്രേഡ് യൂണിയൻസിൽ നിന്ന് മെമ്പർഷിപ്പ് ഒക്കെ കളഞ്ഞിട്ട് ക്യാൻസൽ ചെയ്തിട്ട് അപ്പുറത്തെ യൂണിയനിൽ പോയി ചേരുവോ? നമുക്ക് പൊതുവായിട്ടുള്ള കാര്യങ്ങൾ വന്നാണല്ലേ, നിങ്ങളാണെങ്കിലും ചെയ്യില്ലേ, ചെയ്യല്ലേ. അപ്പൊ ഇൻഡിവിജ്വൽസിന്റെ ഇൻട്രസ്റ്റ് അല്ലെ, താല്പര്യങ്ങളിലെ എന്താണ്, ഇത് ഒരുപാട് രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് അല്ലെ, സ്വാധീനിക്കുന്നുണ്ട്. ഓക്കെയാണോ? നമ്മുടെ നാഷണൽ കമ്മീഷൻ ഓഫ് ലേബർ NCL പറയുന്നത് എന്താണ്, ഇത്തരത്തിലുള്ള ഹെൽത്തി കോമ്പറ്റീഷൻ, ആരോഗ്യകരമായിട്ടുള്ള മത്സരങ്ങള് നമ്മുടെ ട്രേഡ് യൂണിയൻസിന്റെ ഡെമോക്രസി, ജനാധിപത്യത്തിന് പ്രധാന ഭാഗമാണ് അല്ലെ. എന്നിരുന്നാലും ഇത്തരത്തിലുള്ള ആ ഒരു ഇൻട്രാ യൂണിയൻ റൈവൽറി നമ്മുടെ ഇൻഡിവിജ്വൽസിന്റെ താല്പര്യങ്ങളെ ഒരുപാട് രീതിയിൽ ഇൻഫ്ലുവൻസ് സ്വാധീനിക്കുന്നുണ്ട്. Per the recommendation of NCL, the intra-union rivalries should be dealt by the central workers only. എന്താണ് നമ്മുടെ NCL, നാഷണൽ കമ്മീഷൻ ഓൺ ലേബേഴ്സിന്റെ റെക്കമെൻഡേഷൻ, ശുപാർശ പ്രകാരം ഇത്തരത്തിലുള്ള വൈരാഗ്യങ്ങള്, പല യൂണിയനുകളും തമ്മിലുള്ള ആ ഒരു പ്രശ്നങ്ങള് ആര് മാത്രമാണ് ഡീൽ ചെയ്യാൻ പാടുള്ളൂ? സെൻട്രൽ വർക്കേഴ്സ് ഓൺലി അല്ലെ. സെൻട്രൽ വർക്ക് അല്ലെങ്കിൽ ചീഫ് ലേബർ കമ്മീഷണറോ അല്ലെങ്കിൽ ആരാണ്, നമ്മുടെ മിനിസ്ട്രി ഓഫ് ലേബർ ആൻഡ് എംപ്ലോയ്മെന്റ്, അവര് മാത്രം എന്ത് ചെയ്യാൻ പാടുള്ളൂ, പരിഹരിക്കാനായി പാടുള്ളൂ. ഓക്കെ ആണോ? നമ്മുടെ NCLന്റെ റെക്കമെൻഡേഷൻ പ്രകാരം, നാഷണൽ കമ്മീഷൻ ഓൺ ലേബേഴ്സിന്റെ ശുപാർശ പ്രകാരം ഇത്തരത്തിൽ വരുന്ന ഡിഫറെന്റ് ട്രേഡ് യൂണിയൻസ് തമ്മിലുള്ള പ്രശ്നങ്ങൾ, അവർ തമ്മിലുള്ള മത്സരങ്ങൾ, അവർ തമ്മിലുള്ള വൈരാഗ്യങ്ങൾ ആര് മാത്രം പരിഹരിക്കാൻ പാടുള്ളൂ? മിനിസ്ട്രി ഓഫ് ലേബർ ആൻഡ് എംപ്ലോയ്മെന്റോ അതല്ലെങ്കിൽ ചീഫ് ലേബർ കമ്മീഷണർ മാത്രം പരിഹരിക്കാൻ, ഡീൽ ചെയ്യാനായി പാടുള്ളൂ. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത്, the regulatory bodies designated to settle these disputes and the labor courts should come forward to help on group request or an order by the concerned government where the central organization fails to settle the disputes. നമ്മുടെ ഈ തർക്കങ്ങള് ഈ പല ഗ്രൂപ്പുകളുള്ള ഈ തർക്കങ്ങള് നമ്മുടെ സെൻട്രൽ ഓർഗനൈസേഷൻ, അതായത് മിനിസ്ട്രി ഓഫ് ലേബർ ആൻഡ് എംപ്ലോയ്മെന്റിനോ അല്ലെങ്കിൽ ചീഫ് ലേബർ കമ്മീഷനോ പരിഹരിക്കുന്നതിൽ പരാജയപ്പെടുന്ന സിറ്റുവേഷനില് എന്താണ്, ആ ഒരു തർക്കങ്ങളുള്ള ഒരു ഗ്രൂപ്പിന്റെ, ഒരു യൂണിയന്റെ റെക്കമെൻഡേഷൻ പ്രകാരം അതല്ലെങ്കിൽ നമ്മുടെ ഗവൺമെന്റ് ഇടപെട്ടിട്ട് ഇത് എവിടെ വെച്ച് തീർക്കുന്നുണ്ടെന്ന് ലേബർ കോർട്സ് ഇതിനായി ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായിട്ട് മുൻപോട്ട് വരുന്നു. ഓക്കെയാണോ? ഓക്കെയാണോ? ബാക്കി എല്ലാവർക്കും ഓക്കെയാണോ? ഈ വൈരാഗ്യങ്ങള്, അതായത് വ്യത്യസ്ത ഗ്രൂപ്പുകൾ തമ്മിലുള്ള ഈ പ്രശ്നങ്ങൾ അല്ലെ, ഡിസ്പ്യൂട്ട്സുകൾ പരിഹരിക്കുന്നത് നമ്മുടെ ആദ്യം നമ്മ പറഞ്ഞു NCLന്റെ ശുപാർശ പ്രകാരം സെൻട്രൽ വർക്കേഴ്സ് മാത്രം അത് പരിഹരിക്കാൻ പാടുള്ളൂ അല്ലെ. അപ്പൊ അങ്ങനെ സെൻട്രൽ വർക്കേഴ്സിന് അത് ഡീൽ ചെയ്യാൻ സാധിക്കുന്നില്ല, പരിഹരിക്കാൻ സാധിക്കാതെ വരുന്ന സിറ്റുവേഷനിൽ എന്ത് ചെയ്യുന്നുണ്ട്, ചിലപ്പോ അതിലുള്ള ഒരു ഗ്രൂപ്പ് വേണമെങ്കിൽ പരാതി കൊടുക്കാം അല്ലെ, കോടതിയിൽ പോയി പരാതി കൊടുക്കാം. അപ്പൊ അങ്ങനെ ആ ഒരു ഗ്രൂപ്പിന്റെ പ്രത്യേക എന്താണ് അഭ്യർത്ഥനയിലോ റിക്വസ്റ്റിലോ അല്ലെങ്കിൽ ആ ഒരു സർക്കാരിന്റെ ഉത്തരവിലോ ആര് ഇടപെടുന്നു? നമ്മുടെ ലേബർ കോർട്സുകള് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട്
മുന്നോട്ട് വരുന്നു. ഓക്കെ ആണോ? Next, the major cause of industrial disputes are inter and intra-union rivalries. Right? എന്താണ് നമ്മുടെ ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ്, ഇൻഡസ്ട്രിയൽ തർക്കങ്ങൾക്ക് പ്രധാന കാരണം എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? ഇന്റർ ആൻഡ് ഇൻട്രാ യൂണിയൻ റൈവൽറീസ് ആണ്. They also weaken the trade union movements over the country and affect the collective bargaining power of the trade unions. Like എന്തിനൊക്കെ ബാധിക്കുന്നുണ്ട്? ആ ഒരു ട്രേഡ് യൂണിയൻസിന്റെ മൂവ്മെന്റിനെ ബാധിക്കുന്നുണ്ടോ? പ്രവർത്തനങ്ങളെ ബാധിക്കുന്നുണ്ടോ? ആ ഒരു കൺട്രിയില് ആ ഒരു ട്രേഡ് യൂണിയൻസിന്റെ പ്രവർത്തനങ്ങളെ ബാധിക്കുന്നുണ്ടോ? സ്പ്ലിറ്റ് ചെയ്ത് പഠിക്കുകയാണ് അല്ലെ. ഇന്റർ എന്ന് പറയുന്നത് എന്താണ്? ഒരു ഗ്രൂപ്പ് തന്നെ ഒരു യൂണിയൻ തന്നെ പല ഗ്രൂപ്പായി തിരിഞ്ഞു. അവർക്കിടയിൽ എന്താണ്? പല തർക്കങ്ങളും അല്ലെ. അവർക്കിടയിൽ തന്നെ ഒരു യൂണിറ്റി ഇല്ല, ഐക്യമില്ല അല്ലെ. അതേപോലെ ഇന്റർ യൂണിയൻ, ഇൻട്രാ എന്ന് പറയുന്ന വ്യത്യസ്ത യൂണിയനുകൾ തമ്മിൽ തർക്കങ്ങളാണ്. അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ യൂണിയൻസിന്റെ പ്രവർത്തനങ്ങളെ ബാധിക്കുന്നുണ്ടോ? വീക്കം ചെയ്യുന്നുണ്ട് അല്ലെ. കൂടാതെ എന്ത് ചെയ്യുന്നുണ്ട്? അവരുടെ കളക്റ്റീവ് ബാർഗെയിനിങ്, ആ ഒരു കൂട്ടായ വിലപേശലിന്റെ ശക്തി കുറയ്ക്കുന്നുണ്ടോ? കളക്റ്റീവ് ബാർഗെയിനിങ് പവർ കുറയ്ക്കുന്നുണ്ടോ? ഒന്നിച്ചു നിന്നാലാണ് അല്ലെ. എല്ലാവരും കൂടി ഒരുമിച്ച് നിന്നാലല്ലേ ബാർഗെയിനിങ് പവർ കൂടുള്ളൂ. സ്പ്ലിറ്റ് ചെയ്ത് നിന്നാൽ ബാർഗെയിനിങ് പവർ ഉണ്ടാവോ? ഇല്ല അല്ലെ. അപ്പൊ അവരെ എന്ത് ചെയ്യുന്നുണ്ട്? അവരുടെ ബാർഗെയിനിങ് പവറിനെ എഫക്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട് അല്ലെ, കുറയ്ക്കുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ ആണോ? നെക്സ്റ്റ് എടുക്കട്ടെ മിസ്. സ്മോൾ, നാലാമത്തെ പ്രോബ്ലം എന്ന് പറയുന്നത് സ്മോൾ സൈസ് ഓഫ് യൂണിയൻ മെമ്പർഷിപ്പ് അല്ലെ. നമ്മുടെ യൂണിയൻ മെമ്പർഷിപ്പിന്റെ ആ ഒരു സൈസ് എന്താണ്? സ്മോൾ ആയിരിക്കുന്നത് അല്ലെ. അതൊരു പ്രശ്നമാണ് അല്ലെ. The strength and financial health of trade unions come from its size അല്ലെ. ഒരു ട്രേഡ് യൂണിയൻസിന്റെ ഫിനാൻഷ്യൽ ഹെൽത്ത്, സാമ്പത്തികമായിട്ടുള്ള ആരോഗ്യം, അവരുടെ ശക്തി, സ്ട്രെങ്ത് എന്ന് പറയുന്നത് എന്താണ്? അവരുടെ സൈസ് ആണ്. ഒരു യൂണിയനിൽ ഒരു യൂണിയനിൽ 20 പേരുണ്ട്, ഒരു യൂണിയനിൽ 50 പേരുണ്ട്. ആർക്കായിരിക്കും കൂടുതൽ പവർ, കൂടുതൽ ഫിനാൻഷ്യൽ ഹെൽത്തും സ്ട്രെങ്ത്തും കൂടുതൽ ആർക്കായിരിക്കും? ഏത് ഗ്രൂപ്പിനായിരിക്കും? ഫസ്റ്റത്തെ ഗ്രൂപ്പില്, എ ഗ്രൂപ്പില് 20 പേരും ബി ഗ്രൂപ്പില് 50 പേരുണ്ട്. ഏത് ഗ്രൂപ്പിനായിരിക്കും ഫിനാൻഷ്യൽ ഹെൽത്തും സ്ട്രെങ്ത്തും കൂടുതൽ? ആർക്കായിരിക്കും? 50 പേരുള്ള ബി ഗ്രൂപ്പിനായിരിക്കും അല്ലെ. ബി യൂണിയൻ ആയിരിക്കുമല്ലോ. അപ്പൊ എന്താണ്? ദ സ്ട്രെങ്ത് ആൻഡ് ഫിനാൻഷ്യൽ ഹെൽത്ത് ഓഫ് ട്രേഡ് യൂണിയൻ. ഒരു ട്രേഡ് യൂണിയൻസിന്റെ ശക്തി, അവരുടെ ഫിനാൻഷ്യൽ ഹെൽത്ത് എന്ന് പറയുന്നത് എന്താണ്? അവരുടെ സൈസ് ആണ് അല്ലെ. നെക്സ്റ്റ് എടുക്കട്ടെ മിസ്. ദാറ്റ് ഈസ് നമ്പർ ഓഫ് മെമ്പേഴ്സ്. സ്ട്രെങ്ത് സൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൽ എത്ര നമ്പർ ഓഫ് മെമ്പേഴ്സ് ഉണ്ട് അല്ലെ. മിസ് പറഞ്ഞ പോലെ തന്നെ. നെക്സ്റ്റ് പറയുന്നത് it also determines the nature and the scope of activities likely to be performed by it and the success it will achieve in safeguarding the interest of employees. അപ്പൊ ഈ ഒരു സൈസ് എന്തിനൊക്കെ നിർണ്ണയിക്കുന്നുണ്ട്? അവരുടെ ആക്ടിവിറ്റീസിന്റെ വ്യാപ്തിയും നേച്ചറിനെയും ബാധിക്കുന്നുണ്ടോ ഈ ഒരു സൈസ്? വലിയ നമ്പർ ഓഫ് മെമ്പേഴ്സ് ഉള്ള ആളുകളായിരിക്കും അല്ലെ കൂടുതൽ എഫക്റ്റീവ് ആയിട്ട് വർക്കുകൾ ചെയ്യുന്നത്. ആ ഒരു യൂണിയൻ ആയിരിക്കുമല്ലോ കൂടുതൽ എഫക്റ്റീവ് ആയി പെർഫോം ചെയ്യുന്നത് അല്ലേ. ആണോ? ഫിനാൻഷ്യൽ ഹെൽത്തും കൂടുതലായിരിക്കും, അവരുടെ ശക്തിയും കൂടുതലായിരിക്കും അല്ലെ. മെമ്പേഴ്സ് കൂടുന്നതിനനുസരിച്ച് ബാർഗെയിനിങ് പവറൊക്കെ അവർക്കായിരിക്കും കൂടുതലോ. അപ്പൊ ഇത്തരത്തിലുള്ള ആ ഒരു സൈസ് എന്താണ്? ആ ഒരു യൂണിയന്റെ ആക്ടിവിറ്റീസ് അല്ലെ, പ്രവർത്തനങ്ങളുടെ പ്രകടനത്തിന്റെ നേച്ചറിനെയും അതിന്റെ വ്യാപ്തി, അവർക്ക് എത്രത്തോളം സക്സസ് ആയി ചെയ്യാൻ സാധിക്കുന്നുണ്ട് അല്ലെ, അതിനെയൊക്കെ നിർണ്ണയിക്കുന്നുണ്ട്. കൂടാതെ നമ്മുടെ എംപ്ലോയീസ്, തൊഴിലാളികളുടെ താല്പര്യങ്ങള് സംരക്ഷിക്കുന്നതിന് വേണ്ടി അവർക്ക് എന്തൊക്കെ ചെയ്യാൻ അവര് എടുക്കുന്ന ആ ഒരു പ്രവർത്തനങ്ങൾ അല്ലെ, ആക്ടിവിറ്റീസ് അവർക്ക് എത്രത്തോളം സക്സസ് ചെയ്യാൻ കഴിയും എന്നതിനെയും ഈ ഒരു സൈസ് സ്വാധീനിക്കുന്നു. ഓക്കെയാണോ?
നമ്മുടെ എംപ്ലോയീസിന്റെ താല്പര്യങ്ങള് സംരക്ഷിക്കുന്നതിന് വേണ്ടി നമ്മുടെ യൂണിയൻ എടുക്കുന്ന ആക്ടിവിറ്റീസ് അല്ലെ, പ്രവർത്തനങ്ങളെ സക്സസിലാക്കുന്നതിന് വേണ്ടിയിട്ടും ഇത്തരം യൂണിയനുകളുടെ സ്പേസ് സ്വാധീനിക്കുന്നുണ്ട് അല്ലെ, നിർണയിക്കുന്നുണ്ട്. ഓക്കെയാണോ? നെക്സ്റ്റ് പറയുന്നത് due to interdependency of size and operation, bigger the size of trade union, better function it does. അല്ലെ, എന്താണ്? നമ്മുടെ വലിപ്പത്തിന്റെയും പ്രവർത്തനങ്ങളുടെയും പരസ്പരാശ്രിതത്വം അല്ലെ, നമ്മുടെ ആ ഒരു സൈസും അവിടുത്തെ പ്രവർത്തനങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? പരസ്പരം ആശ്രയിക്കുന്നുണ്ടോ? ഇന്റർഡിപെൻഡൻസി ചെയ്യുന്നുണ്ടോ? സൈസിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അല്ലെ അവരുടെ പവറും ബാർഗെയിനിങ് സ്ട്രെങ്തും അവരുടെ ഫിനാൻഷ്യൽ ഹെൽത്ത് ഒക്കെ വരുന്നത്. ആണോ? ആണോ? സൈസിന്റെ അടിസ്ഥാനത്തിലല്ലേ ബാർഗെയിനിങ് പവറും അവരുടെ ശക്തിയൊക്കെ കൂടുന്നത്? ആണോ? ആണ് അല്ലെ. അപ്പൊ വലിപ്പത്തിന്റെയും പ്രവർത്തനങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ട്രേഡ് യൂണിയന്റെ വലിപ്പവും അവിടുത്തെ ആക്ടിവിറ്റീസ് ഓപ്പറേഷൻസ് എന്ത് ചെയ്യുന്നുണ്ട്? പരസ്പരം ബന്ധപ്പെടുന്നുണ്ടോ? ഇന്റർഡിപെൻഡൻസി ചെയ്യുന്നുണ്ടോ? ആശ്രയിക്കുന്നുണ്ടോ? ഉണ്ടോ? ഇല്ലേ? സൈസ് കൂടുതലുള്ള യൂണിയൻ ആയിരിക്കോ സൈസ് കുറവുള്ള യൂണിയൻ ആയിരിക്കോ കൂടുതൽ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നത്? 50 പേരുള്ള ഒരു മെമ്പർഷിപ്പ് ഉള്ള ഒരു യൂണിയൻ ആയിരിക്കോ 100 പേരുടെ മെമ്പർഷിപ്പ് ഉള്ള ഒരു യൂണിയൻ ആയിരിക്കോ കൂടുതൽ ബെറ്റർ ആയി വർക്ക് ചെയ്യുന്നത്? മികച്ചതായിട്ട് 100 പേര് അല്ലെ. അപ്പൊ ആ ഒരു സൈസ് അതിന്റെ ഓപ്പറേഷൻസിനെ സ്വാധീനിക്കുന്നുണ്ടോ? ഉണ്ട് അല്ലേ. അപ്പൊ എന്താണ്? ബിഗർ ദ സൈസ് ഓഫ് ട്രേഡ് യൂണിയൻസ് അല്ലെ. ആ യൂണിയന്റെ വലിപ്പം വർദ്ധിക്കുന്നതിനനുസരിച്ച് അതിന്റെ ഫങ്ഷൻസും മികച്ചതാകുന്നുണ്ടോ? പ്രവർത്തനങ്ങളും മികച്ചതാകുന്നു. ഓക്കെയാണോ? നെക്സ്റ്റ് പറയുന്നത് however India has witnessed a decrease in the size of trade union in recent years due to which the issue of small size have been faced by trade unions അല്ലെ. എന്നിരുന്നാലും നമ്മുടെ സമീപ വർഷങ്ങളിൽ ഇന്ത്യയിലെ സമീപ വർഷങ്ങളിൽ ട്രേഡ് യൂണിയൻസിന്റെ സൈസ് എന്ത് ചെയ്യുന്നുണ്ട്? കുറഞ്ഞു വരാണ് അല്ലെ. വലിപ്പം കുറഞ്ഞു. അതിനാല് ചെറിയ വലുപ്പത്തിന്റെ പ്രശ്നങ്ങൾ ആ ഒരു ട്രേഡ് യൂണിയൻസ് നേരിടേണ്ടതായും വരുന്നു. ഓക്കെയാണോ? എന്താണ്? അടുത്ത സമീപ വർഷങ്ങളിലായിട്ട് നമ്മുടെ ഇന്ത്യയിലുള്ള ട്രേഡ് യൂണിയൻസിന്റെ സൈസ് കുറഞ്ഞത് കൊണ്ട് തന്നെ ആ ഒരു സൈസ് കുറയുമ്പോഴുള്ള പ്രശ്നങ്ങളും അവര് അഭിമുഖീകരിക്കേണ്ടതായി വന്നിട്ടുണ്ട്. ഓക്കെയാണോ? അടുത്തത് മിസ്. എല്ലാവർക്കും ഓക്കെയാണോ? എന്ത് പറ്റി? നിങ്ങളുടെ സ്ട്രെങ്ത് കുറഞ്ഞു വന്നല്ലോ. അപ്പൊ ഇന്നത്തെ ക്ലാസ് മിസ് വൈൻഡപ്പ് ചെയ്യാണ്. ബാക്കി മിസ് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു ഓൾ.